ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്ന കുറച്ച് ഇഷ്യൂസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഏതെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫ്ലിപ്കാർട്ടുമായി റീഡ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇഷ്യൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്വിറ്ററിൽ മൊത്തം ഈ ഒരു സംഭവമാണ് അതിൻ്റെ ആയിട്ടുള്ള ഇഷ്യൂസ്. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്, ഫ്ലിപ്കാർട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് അത് നമ്മൾ ക്യാഷ് കൊടുത്ത ശേഷം ഒരു ഡെലിവറി ഒരു ഭയങ്കര ലെങ്തി ആയിരിക്കും. ഒരു 10-14 ദിവസമൊക്കെ ഡെലിവറി ടൈം ഒരു പറയും. എന്നിട്ട് ഒരു 10ാമത്തെ ദിവസം ആകുമ്പോൾ ഇവരത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ റീഫണ്ടിന് വേണ്ടിയിട്ട് ഇവരെ പുറം അടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പം നമ്മുടെ പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ റീഫണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് കിട്ടുന്നത്. അപ്പം 10+7 ഏകദേശം ഒരു 10-20 ദിവസത്തോളം ഇവരുടെ കയ്യിൽ നമ്മുടെ എമൗണ്ട് ബ്ലോക്കായി കിടക്കുവാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കറൻ്റ് വരുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും നമ്മളൊന്ന് ഈ ഐഫോൺ എല്ലാവരും എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഏതോ ഒരു ഓഫറിൽ. അപ്പോൾ ആ ഒരു സമയത്ത് പ്രധാനമായിട്ടും ഐഫോണിന് വന്നിട്ടുള്ള ഒരു വിഷയമാണ്, ഐഫോൺ എല്ലാവരും ബുക്ക് ചെയ്യും 2 ദിവസം കഴിഞ്ഞ് ക്യാൻസലാകും. പക്ഷേ അത് 2 ദിവസം കഴിഞ്ഞ് ക്യാൻസലാകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഏകദേശം ഒരു 10-12 ഡെലിവറി വെച്ചിട്ട് ഒരു 10ാമത്തെ ദിവസമൊക്കെ ക്യാൻസൽ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടുകാർ നടത്തുന്നുണ്ട്. ഒരു എന്താ പരിപാടിയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫേക്ക് പ്രൊഡക്ട്സ് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് 2 ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആണ് ഫ്ലിപ്കാർട്ടും ആമസോണും. അപ്പോൾ അതിൽ ഫ്ലിപ്കാർട്ടിൽ ഫേക്ക് പ്രോഡക്ട്സ്, അതായത് ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ എയർപോഡ് തന്നെ ഫേക്ക് ആയിട്ട് വന്നിട്ട് ഏകദേശം ഒറിജിനൽ എയർപോഡിൻ്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം ഫേക്ക് സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു യൂട്യൂബറിനാണ് വന്നത്. അപ്പോൾ ആ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ അയാൾക്കത് മനസ്സിലായി ഇത് ഫേക്ക് പ്രൊഡക്റ്റാണ്. എന്നാലും സാധാരണക്കാരൻ ചിലപ്പോൾ ഓർഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ട് ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ഒരിക്കലും മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നുള്ള കാര്യം. അയാൾ അത് യൂസ് ചെയ്യും. ഇപ്പോൾ ഫേക്ക് പ്രൊഡക്ട്സ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ മിക്കവാറും പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നത് ഫസ്റ്റ് ചോയ്സ് എൻ്റെ ആമസോണാണ്. ആമസോണിന് ശേഷം മാത്രമേ ഞാൻ ഫ്ലിപ്കാർട്ടിലേക്ക് വരത്തുള്ളൂ. ഞാൻ പലരോടും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറയുമ്പോൾ അവർ ആമസോണൊക്കെ ഒറിജിനൽ ആണോ എന്ന് പറയുന്നത്. ആമസോൺ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ വെബ്സൈറ്റാണ്. ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാലും ഇന്ത്യൻ വെബ്സൈറ്റാണ്. അപ്പം അതിനായിട്ടുള്ള ഡിഫറൻസ് എന്തായാലും 2 വെബ്സൈറ്റിലും കാണും. അപ്പം വലിയ പ്രൊഡക്ട്സൊക്കെ വാങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഒന്ന് ആമസോൺ ചെക്ക് ചെയ്ത ശേഷം ഫ്ലിപ്കാർട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. എന്നാൽ ആമസോണിൽ ഈ പരിപാടി നടക്കുന്നില്ലെന്നല്ല, ആമസോണിൽ നടക്കുന്നുണ്ട്. എന്നാൽ കുറച്ചും കൂടി ട്രസ്റ്റഡ് ആമസോണുണ്ട്. പിന്നെയുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഷർട്ട് ഓർഡർ ചെയ്യാനും ഫ്ലിപ്കാർട്ടിൽ നിന്ന്, പക്ഷേ വരുന്ന സമയത്ത് അത് വേറെ ബ്രാൻഡിൻ്റെ ഷർട്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ട്വിറ്ററിൽ ഒരുപാട് പേര് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കറൻ്റ് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അടുത്ത ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ്. അതായത് നമ്മളൊരു ഐഫോൺ ഓർഡർ ചെയ്ത സമയത്ത് കല്ലാണ് വന്നതെന്നുള്ളത്. ഇതും വളരെ റീസെൻ്റായിട്ട് വീഡിയോ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രശ്നമാണോ, അല്ലെങ്കിൽ ഡെലിവറി ബോയുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രശ്നമാണോ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിത്ത് പ്രൂഫ് ആൾക്കാർ ട്വിറ്ററിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. നമ്മളെനിക്കൊന്ന് കേരളത്തിൽ ഇതുപോലെ കല്ലൊക്കെ വന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമ്മുടെ ന്യൂസ് ചാനൽസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട്. അതേപോലെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിനെ പറ്റി വരുന്നൊരു കംപ്ലയിൻ്റ് ആണ്, ഫ്ലിപ്കാർട്ടിൻ്റെ സർവീസ് ഭയങ്കര മോശമാണെന്നുള്ളതിനെ പറ്റി. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ ട്വിറ്ററിൽ നമുക്കറിയാം, ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ ഒറിജിനൽ വെരിഫൈഡ് അക്കൗണ്ടുകളുണ്ട്. നേരത്തേക്ക് ആണെങ്കിൽ ഒരു ബ്ലൂ ടിക്കായിരുന്നു, ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ടിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പലരും അറിഞ്ഞിട്ടില്ല, ഈ ബ്ലൂ ടിക്ക് മാറി ഗോൾഡൻ ടിക്കായിട്ടുള്ള കാര്യം. അതായത് നമ്മളിപ്പം ഫ്ലിപ്കാർട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ട്വിറ്ററിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഫ്ലിപ്കാർട്ടിന് ടാഗ് ചെയ്യുന്ന സമയത്ത് അവരതിന് റെസ്പോണ്ട് ചെയ്യും. ഇപ്പം ഫ്ലിപ്കാർട്ട് സർവീസസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പം ഇത് നടക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ട്വിറ്ററിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഫ്ലിപ്കാർട്ടിനായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് ഇവർ നമ്മുടെ ഫോണിന് ആക്സസ് ചെയ്യും. ഫോൺ ആക്സസ് ചോദിക്കും, ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ഫോൺ ആക്സസ് കൊടുക്കുന്ന സമയത്ത് അത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടേക്കുന്ന അഡ്രസ്സ്, നമ്മുടെ ഇമെയിൽ ഐ ഡി, നമ്മുടെ കാർഡുകൾ, കാര്യങ്ങളെല്ലാം നോക്കും. എന്നിട്ട് എന്ത് പറ്റും, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ അവർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു സ്കാമാണ്. അപ്പോൾ ഈ ഒരു സ്കാം നിങ്ങൾ തീർച്ചയായിട്ടും വീഴാതിരിക്കുക. ഫ്ലിപ്കാർട്ടിൻ്റെ കോൺടാക്റ്റേഴ്സ് സെഷനിൽ നിന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് ഫോൺ എടുക്കും കേട്ടോ. എനിക്കിങ്ങനെ ഇഷ്യൂ വന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് വന്ന സമയത്ത് ഡാമേജ്ഡ് ആയിരുന്നു. അപ്പോൾ ഡാമേജ്ഡ് എനിക്ക് അവർ ആ പൈസ റീഫണ്ട് ചെയ്യും, ആ പ്രൊഡക്റ്റ് പുതിയ തരികയും ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഫ്ലിപ്കാർട്ട്. അപ്പം ഫ്ലിപ്കാർട്ടിൻ്റെ ഡയറക്റ്റ് സർവീസ് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവർ അതിൻ്റെതായിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരും. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫ്ലിപ്കാർട്ടിനെ പറ്റി ഇപ്പം നടക്കുന്നത്. ഇപ്പം കറൻ്റ് ഈ ഫ്ലിപ്കാർട്ടിനെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.